നമസ്കാരം. തിരുവല്ലയിലെ കുറ്റൂരിൽ മണിമലയാറ്റിലെ മണൽപുറ്റ് നീക്കം ചെയ്യുന്നതിന്റെ മറവിൽ മണൽക്കൊള്ള നടത്തുന്ന സ്ഥലം തഹസിൽദാർ സന്ദർശിച്ചു. ഇത് സംബന്ധിച്ച് മറുനാടൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. MC റോഡിലെ പാലത്തിന് ഭീഷണി ഉയർത്തും വിധം മണലൂറ്റ് നടക്കുന്ന തെങ്ങേലിയിലാണ് തഹസിൽദാർ ജോബിൻ കെ ജോർജ്, ഡെപ്യൂട്ടി തഹസിൽദാർ P ബിജുമോൻ എന്നിവരടങ്ങുന്ന സംഘം സന്ദർശനം നടത്തിയത്. കുറ്റൂർ തോണ്ടറ പാലത്തിന് സമീപം നദിയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ദ്വീപിന് സമാനമായ മണൽപുറ്റ് നീക്കം ചെയ്യുന്നതിന് കരാർ എടുത്ത കമ്പനിയാണ് വ്യാപകമായി മണലൂറ്റ് നടത്തുന്നത്. മണൽപുറ്റിനോട് ചേർന്നുള്ള 580 മീറ്റർ ഭാഗത്തെ 17,000 m³ മണൽ നീക്കം ചെയ്യുന്നതിനാണ് സ്വകാര്യ കമ്പനിക്ക് മൈനർ ഇറിഗേഷൻ വകുപ്പ് അനുമതി നൽകിയിരുന്നത്. ചെങ്ങന്നൂരിലെ പ്രാവിൻകൂട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കടവിൽ ഏജൻസിയാണ് മണൽ നീക്കുന്നതിനുള്ള കരാർ ഏറ്റെടുത്തത്. എന്നാൽ മണൽപുറ്റും സമീപഭാഗത്തെ നീക്കം ചെയ്യുന്നതിന്റെ മറവിൽ മണൽപുറ്റിന്റെ 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ സ്ട്രക്ചറുകളും ജെറ്റ് പമ്പും ഉപയോഗിച്ച PVC പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ആറ്റുമണൽ കടത്തുന്നത്. പ്രതിദിനം 50-ലധികം ലോഡ് മണ്ണ് ഇവിടെ നിന്നും കടത്തുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. ഭരണകക്ഷിയിലെ ചില നേതാക്കളുടെയും റവന്യൂ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അകമഴിഞ്ഞ ഒത്താശ ഇക്കാര്യത്തിലുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു. സ്ഥലത്തെത്തിയ തഹസിൽദാറും സംഘവും കരാറുകാരന്റെ കൈവശം ഉണ്ടായിരുന്ന രേഖകൾ പരിശോധിച്ചു. അനുവദനീയമായ അളവിൽ കൂടുതലോ അനുവദിക്കപ്പെട്ട ദൂരത്തിൽ കൂടുതലോ ഭാഗത്തുനിന്ന് മണൽ നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി മൈനർ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് ഓഫീസർക്ക് രേഖാമൂലം അറിയിപ്പ് നൽകിയതായി തഹസിൽദാർ പറഞ്ഞു. ഇങ്ങനെ ശേഖരിച്ചിരിക്കുന്ന മണൽ കുറ്റൂരിന് സമീപം വ്യക്തിയുടെ പറമ്പിൽ ശേഖരിച്ച ശേഷം ഇവിടെ നിന്നും കടത്തുകയാണ്. സർക്കാർ തലത്തിലാണ് മണൽക്കൊള്ള നടക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഉദ്യോഗസ്ഥരുടെ സമീപനം. മന്ത്രി തലത്തിലുള്ള ഇടപെടലും സംശയിക്കുന്നു. പോലീസോ റവന്യൂ ഉദ്യോഗസ്ഥരോ മണൽക്കൊള്ള നടക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. നിർബാധം മണൽ ഖനനവും കടത്തും നടക്കുകയാണ്. അതിൽ 1000 MQ എടുത്തിട്ട് അത് കളക്ടർ വെച്ചേക്കുന്ന വർക്കാണ്. കളക്ടർമാർക്ക് ട്രിവാൻഡ്രത്താണ് പെർമിഷൻ, അവിടെ പൈസ അടച്ചത് ഇത് കയറി പോകുന്നതിൻ്റെ എല്ലാം രണ്ടാമത് റീചെക്ക് ചെയ്യുന്നവരാ. അത് കളക്ടർ വെച്ചേക്കുന്ന വർക്കാണ്. കളക്ടർമാർക്ക് ട്രിവാൻഡ്രത്താണ് പെർമിഷൻ, അവിടെ പൈസ അടച്ചത് ഇത് കയറി പോകുന്നതിൻ്റെ എല്ലാം രണ്ടാമത് റീചെക്ക് ചെയ്യുന്നവരാ. ഇതെല്ലാം അവർ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ചീങ്കയുണ്ട്. ആ ചീങ്കയുടെ പണി ഒരു 40%, ഒരു 50% മുകളിൽ കംപ്ലീറ്റ് ആയിട്ട്. തോണ്ടറ പാടത്തിനടി ഏകദേശം 15,000 ക്യൂബിക് മീറ്റർ അല്ലേ? 17,000 MQ. 15,000. ഏത് കമ്പനി ഏതാ? ഓ ശരി. റോയൽസ് കളിക്കുന്നു. ഇതെല്ലാം വിളിച്ചായിരുന്നു കേട്ടോ. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ വർക്ക് നടക്കുന്നതന്നെ. ഒരു ഇതിപ്പോ എത്ര എടുത്തു എന്ന് അങ്ങനെ അറിയില്ല. വെള്ളം എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഡിസിഷൻ എടുത്തേക്കുന്നത് വെള്ളം പൊങ്ങുമ്പോൾ ഈ വെള്ളം അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി 2018 വെള്ളപ്പൊക്കത്തിന് എങ്ങനെയാണെന്നുള്ളത് നമുക്കിത് പ്രവർത്തനം മണല് വാരാൻ പറ്റില്ല. മുകളിലുള്ള എക്കല് വാരാനാണ് പറഞ്ഞത്. അങ്ങനല്ലേ ചെയ്യുന്നത്? അതെ എക്കലും ചെളി അതിനെ സാറേ മുഖം തുണിയാണ് കൂടുതൽ. നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ AXC ഇവിടെ വരും. എന്നാ AXC വരുന്നതെന്നുള്ളത് കാരണം ടെക്നിക്കലി പരിശോധിക്കണം. ഞങ്ങൾക്ക് അത് ടെക്നിക്കലി പരിശോധിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ടെക്നിക്കലി